നമസ്കാരം. ദീപം FIS യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്ക് സ്വാഗതം. ചാനൽ ലൈക്ക് ചെയ്യുക, നിർബന്ധമായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർക്കോ ഉണ്ണിമൂന്തനെ പറ്റിയാണ്. നമുക്ക് ഏവർക്കും അറിയാം, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സിനിമയിൽ പ്രത്യേക ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ വന്നു. സിനിമയിൽ കണ്ട കാലം അത്രയും പറയത്തക്ക ഒരു ഹിറ്റുകളൊന്നും കൊടുക്കാനാകാതെ ശരാശരി ഒരു നടനായി തന്നെ അദ്ദേഹം നടന്നു നീങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് തമിഴ്, തെലുങ്ക് ഭാഷകളിലും അഭിനയിക്കാൻ പോയി. അവിടുത്തെ രീതി നോക്കുകയാണെങ്കിലും അവിടുത്തെ സിനിമകളിലെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിലും ഇതേ സ്ഥിതിഗതികൾ തന്നെയാണ്. എന്ന് കടന്നു പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു, മാളികപ്പുറം എന്ന സിനിമയ്ക്ക് പൂജയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ എരുമേലി വന്നിരുന്നു. സത്യത്തിൽ ആ ഫിലിമിൻ്റെ പൂജയ്ക്കും മറ്റും എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 2-3 ദിവസം മുന്നേ എങ്ങാണ്ട് ഒരു അറിയിപ്പുണ്ടായിരുന്നു, ഇത്രാം തീയതി ഇത്ര മണിക്ക് എരുമേലി വലിയ അമ്പലത്തിൽ വെച്ചാണ് എൻ്റെ പൂജയും കാര്യങ്ങളും നടക്കുന്നത് എന്നും പറഞ്ഞ് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവസാനം എന്തോ ഒരു അത്യാവശ്യ ഒരു വർക്ക് ഉണ്ടായിരുന്ന കാരണം എനിക്ക് ആ പൂജയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അതല്ല, മറ്റെന്തോ കാര്യമാണെന്ന് തോന്നുന്നു, വർക്കല്ല, എന്തോ ഒരു വയ്യാഴിയോ മറ്റോ ആരെന്നും തോന്നുന്നു, ഓർക്കുന്നില്ല. സത്യത്തിൽ ഈ പുള്ളിക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്നും പുള്ളി ഈ രക്ഷപ്പെടുമെന്നും എന്നൊക്കെ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അത് പറയാൻ കാര്യം, മമ്മൂക്കായുടെ മകനും ഈ പുള്ളിയും കൂടി അഭിനയിച്ചൊരു സിനിമയുണ്ടല്ലോ. ആ സിനിമയിൽ ഈ പുള്ളി ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും മമ്മൂക്കായുടെ മകൻ അവസാനം ഒരു കളക്ടറായിട്ട് വരുന്നതായിട്ട്, IAS കാരനായിട്ട് വരുന്നതായിട്ട് ആ സിനിമ കണ്ടപ്പോൾ മുതൽ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു, ഈ മനുഷ്യൻ എന്നെങ്കിലും ഒരിക്കൽ അല്ലെങ്കിൽ എവിടെ കൊണ്ടെങ്കിലും, ചിലപ്പം മലയാളത്തിൽ തന്നെ വേണമെന്നില്ലല്ലോ, മറ്റ് ഭാഷകളിലാണെങ്കിലും നല്ലൊരു താരമായിട്ട് തിളങ്ങി വരും എന്നൊരു പ്രതീക്ഷ. ഈ പുള്ളിയിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കാണുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് എനിക്ക് അന്നേരം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നിയതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തോ ആ സിനിമ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്, ഈ പുള്ളിക്ക് നല്ലൊരു ഭാവിയുള്ള നടനാണ് എന്ന്. പക്ഷേ ആ സിനിമ വന്നിട്ട് ഇപ്പം കൊറോണയ്ക്ക് മുമ്പ് എങ്ങാണ്ട് വന്നതാണ്, 5-6 വർഷമായി. എന്നിട്ട് പോലും ഈ കണ്ട കാലയളവിലൊന്നും ഈ പുള്ളി പറയുന്നിടത്തോളം എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നത് സത്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ പുള്ളിക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ വിഷമവും പ്രയാസമൊക്കെ. എന്നിരിക്കെ രജനീകാന്തിൻ്റെ ഏതൊരു സിനിമയിൽ പറയുന്ന ഡയലോഗുണ്ട്, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേൻ എന്ന് പറയണ പോലെ ഒറ്റൊരു വരവ് തന്നെയാണ് ഈ മാർക്കോ എന്ന സിനിമയിലൂടെ പുള്ളി നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമാ ലോകം ഒന്നടക്കം പുള്ളിയെ തിരിഞ്ഞു നോക്കത്തക്ക രീതിക്കുള്ള ഒരു 1-1.5 വരവ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുക. കാരണം ഇതുവരെ നമുക്ക് എല്ലാവർക്കും അറിയാം, KGF, പിന്നെ കാന്താര, ബാഹുബലി, ഇതൊക്കെയാണ് ഇന്ത്യൻ സിനിമ ഉറ്റുനോക്കിയ സിനിമകളെന്ന് പറയാം. ഇന്ന് അതെല്ലാം കഴിഞ്ഞ് അതുക്കും മേലെ നമ്മുടെ ഈ ഇന്ത്യൻ സിനിമയ്ക്കകത്ത് മറ്റേ ശങ്കറിൻ്റെ സിനിമയിലൊരു നമ്മുടെ സുരേഷ് ഗോപി ഏട്ടൻ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതുക്കും മേലെ എന്നൊക്കെ പറയുന്നല്ലോ, അതിൻ്റെയൊക്കെ മുകളിലാണ് പുള്ളിയുടെ 1-1.5 തിരിച്ചു വരവ്. മാളികപ്പുറം സിനിമ സത്യത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ആ സിനിമയിൽ ഈ പുള്ളി അഭിനയിച്ചത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് എന്ന് വേണം എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലാതെ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നണം നിർബന്ധമൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം മറ്റുള്ള നടന്മാരെ കിട്ടാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, ധാരാളം നടന്മാരുണ്ട് നമ്മുടെ മലയാളത്തിൽ. അതല്ല പോരാഞ്ഞിട്ട് മറ്റുള്ള ഭാഷകളിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരു നടന്മാരെയൊക്കെ എടുത്താണെങ്കിലും ആ സിനിമ ചെയ്യാമായിരുന്നു. പക്ഷേ ആ സിനിമ സംവിധായകൻ അങ്ങനെയൊന്നും ചെയ്യാതെ അദ്ദേഹത്തിന് എന്നെ കൊടുത്ത് ഇദ്ദേഹം അത് മനോഹരമായിട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സത്യത്തിൽ അതിൻ്റെ പിന്നിലൊരു ബ്ലെസ്സിങ് ഉണ്ട്. അതിൻ്റെ ഒരു തെളിവാണല്ലോ മലയാള സിനിമ ഇൻഡസ്ട്രിയെ തന്നെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച വിജയത്തിലേക്കാണ് മാർക്കോ എന്ന സിനിമ കുതിച്ചു പായുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, നമുക്ക് വരാനുള്ള ദുരിതങ്ങൾ വഴി തെറ്റാതെ കൃത്യമായി നമ്മുടെ പക്കൽ തന്നെ എത്തിച്ചേരുമ്പോൾ നമുക്ക് അർഹതപ്പെട്ട നന്മകളും തീർച്ചയായിട്ടും എത്ര വൈകിയാലും നമ്മളെ തന്നെ തേടിയെത്തും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവായിട്ടാണ് ഞാൻ മാർക്കോ സിനിമയിലൂടെ ഉണ്ണിമുകുന്ദൻ്റെ വിജയത്തിനെ കാണുന്നത്. ഇനി നമ്മൾ ഉറ്റുനോക്കേണ്ടത് ഈ കിട്ടിയ വിജയം ഈ കിട്ടിയ സൗഭാഗ്യത്തെ ഉണ്ണിമുകുന്ദൻ എങ്ങനെ കാത്തു സൂക്ഷിച്ച് ശ്രേഷ്ഠകാലം മുമ്പോട്ട് കൊണ്ടുപോകും എന്നതാണ്. ഉണ്ണിമുകുന്ദന് നന്മ ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇത്രയും നേരം കണ്ട പ്രേക്ഷകർ ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.